അമൽ, ഗുഡ് മോർണിംഗ്. രാഷ്ട്രപതിയുടെ ഇന്ന് കൊച്ചിയിലെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് രാഷ്ട്രപതി കൊച്ചിയിലേക്ക് എത്തുക? എപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് മടങ്ങുക? മനു, എറണാകുളം ജില്ലയിലെ പരിപാടികളിലാണ് രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കുന്നത്. കുമരകത്തായിരുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ സ്റ്റേ ഉണ്ടായത്. കുമരകത്ത് നിന്നും 11 മണിയോടുകൂടി തന്നെ അവിടെ നിന്നും എറണാകുളത്തേക്ക് യാത്ര പുറപ്പെടും. 11:35 സൈനിക വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തുന്നത്. അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ പരിപാടി നടക്കുന്ന സെന്റ് തെരേസസ് കോളേജിലേക്ക് രാഷ്ട്രപതി എത്തുക. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കുന്നത്. 12:10 ഈ സെന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷം നടക്കുന്നത്. ഈ ആഘോഷത്തിലെ പ്രധാന അതിഥി കൂടിയാണ് രാഷ്ട്രപതി. ഒപ്പം തന്നെ ഗവർണറും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, മന്ത്രിമാരായിട്ടുള്ള വാസവൻ, ഒപ്പം തന്നെ പി രാജീവ് അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് ശേഷം 1 മണിയോടുകൂടി ബോൾഗാട്ടി പാലസിലാണ് ഉച്ചഭക്ഷണവും ഒപ്പം തന്നെ വിശ്രമവും അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം 3:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും 4:15 പ്രത്യേകം തയ്യാറാക്കിയുള്ള വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. അത്തരത്തിലാണ് രാഷ്ട്രപതിയുടെ ഇന്നത്തെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി രാഷ്ട്രപതി കേരളത്തിലുണ്ട്. ശബരിമലയിൽ അടക്കം ദർശനം നടത്തിയിരുന്നു. അതീവ സുരക്ഷയിൽ തന്നെയാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇരുമുടിക്കെട്ടുമേന്തി 18 പടികളും കയറിക്കൊണ്ടാണ് അയ്യപ്പനെ കണ്ട് മടങ്ങിയത്. അതിനുശേഷം രാജ്ഭവനിലേക്ക് എത്തുകയും KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും കോട്ടയത്തുള്ള സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും അവിടുത്തെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഓരോ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോ ജില്ലകളിലേക്ക് എത്തുമ്പോഴും ആ ജില്ലയുടെ ചരിത്രം പഠിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു എല്ലായിടത്തും രാഷ്ട്രപതി നടത്തിയിട്ടുണ്ടായിരുന്നത്. കോട്ടയത്ത് എത്തുമ്പോൾ കോട്ടയം പാലയിലാണ് ഈ സെന്റ് തോമസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതിന് തൊട്ട് സമീപമാണ് KR നാരായണൻ്റെ സ്ഥലമുള്ളത്. KR നാരായണനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സെന്റ് തോമസ് കോളേജിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം ഉണ്ടായത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കേരളത്തെ കൃത്യമായി പഠിച്ചുകൊണ്ട് കേരളം എല്ലാ മേഖലയിലും വികസിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെയാണ് രാഷ്ട്രപതി നടത്തിയത്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒപ്പം തന്നെ സാക്ഷരതയിലാണെങ്കിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും ഒപ്പം തന്നെ സാക്ഷരതയും ഒക്കെ പവർ അത് എല്ലാ മാനവ വികസന സൂചികകളിലും കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്തരത്തിൽ വലിയ ഒരു വികസനം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നതെന്ന് രാഷ്ട്രപതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എറണാകുളം ജില്ലയിലാണ് രാഷ്ട്രപതിയുടെ പരിപാടികൾ ഉള്ളത്. ഈ പരിപാടിയോടുകൂടി 4:15 പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും.